ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ നമുക്കിന്ന് ത്രെഡഡ് ബാക്ക് സ്റ്റിച്ച് പഠിച്ചാലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബേസിക് സ്റ്റിച്ചായിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതൊരു നൂലെടുത്തിട്ട് ഒരു കളർ നൂലെടുത്തിട്ട് ചെയ്യാം. രണ്ടാമത്തെ കളർ എടുക്കുമ്പോൾ വേറൊരു കളർ എടുക്കാൻ നോക്കുക കേട്ടോ. സെയിം കളർ എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ആദ്യം നമ്മൾ ഫസ്റ്റ് ലൈനിൻ്റെ താഴേന്ന് കുത്തിയെടുത്ത ശേഷം ആ ഫസ്റ്റ് ലൈനിൻ്റെ അടിയിൽ കൂടെ മുകളിലെടുത്ത് രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ വലിച്ചു പിടിക്കുക. ഓവറായിട്ട് വലിച്ചു പിടിക്കരുത്. ഒന്ന് അഴിഞ്ഞിട്ടിട്ട് അതുപോലെ കണക്ക് വരുന്ന രീതിയിൽ ബാക്കിലോട്ട് എടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ആ സൂചി കടത്തി വിട്ട് അതും ഇങ്ങനെ വളഞ്ഞു വരുന്ന രീതിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് നാലാമത്തെ സ്റ്റിച്ചിൻ്റെ ഈ സ്റ്റിച്ച് പഠിക്കാനായിട്ട് ഈ സ്റ്റിച്ചിങ് പഠിക്കാൻ വളരെ എളുപ്പമായിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നൂലിങ്ങനെ കണക്ക് വളച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ ബാക്ക് സ്റ്റിച്ച് എടുക്കുമ്പോഴത്തേക്കും അടുക്കി ബാക്ക് സ്റ്റിച്ച് എടുക്കാൻ നോക്കുക. ഞാൻ എടുത്തേക്കുന്നതിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട് നൂല് ലൂസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അത് കണക്കാക്കിയിട്ട് വേണം എടുക്കാൻ. അടുപ്പിച്ച് ബാക്ക് സ്റ്റിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ലൂസായി കിടക്കത്തില്ല, അത് ടൈറ്റായി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ എൻ്റെ ചാനലിലിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് നിങ്ങളുടെ സപ്പോർട്ട് തരുന്നത് ലൈക്കും കമൻറ്റും ആണല്ലോ. പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.